നമ്മുടെ കോഡിംഗ് ചാലഞ്ചിൻ്റെ ഡേ 11 ആണെന്ന്. ഇന്നലെ ചെയ്ത വെബ്സൈറ്റിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫയൽ എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിലും കൂടി ഒന്ന് എല്ലാവരും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത വെബ്സൈറ്റിൻ്റെ ബാക്കി ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ VS Code ഓപ്പൺ ചെയ്യുകയാണ്. ഇന്നലെ ചെയ്ത് വെച്ചത് ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് റൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ ഏകദേശം ഈ ഒരു സെക്ഷൻ വരെയാണ് ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, ബാക്കി സെക്ഷനിലോട്ട് കടക്കാം. ഈ ഒരു സെക്ഷനാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, യൂസ് കേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് സെക്ഷൻ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു H1 ഉണ്ട്. H1 എന്താണ്, യൂസ് കേസസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു 4 ഡിവ് ഉണ്ട്. ഈ 4 ഡിവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടെയ്നർ കൊടുത്തിട്ട് ഗ്രിഡ് ആക്കിയിട്ട് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്ത ഡിസൈനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, ഒരു ഡിവ് ഇട്ടു. ആ ഡിവിൻ്റെ ഉള്ളിൽ വേറൊരു ഡിവ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗ്രിഡ് ഐറ്റം. ഇവിടെ എന്തുണ്ട്, ടോപ്പിൽ ഇമേജ് ഉണ്ട്, പിന്നെ അതിൻ്റെ അടിയിലൊരു H3 ഉണ്ട്, പിന്നെ ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഞാനത് അതേപോലെ തന്നെ എഴുതണം. IMG H3 ടിക്കുള്ളിൽ ഞാനൊരു ലോറം 25 കൊടുത്തു. നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഇമേജസിൻ്റെ ഉള്ളിലുള്ള കേസ് 1 H3 എംപ്ലോയി ഓൺ ബോഡി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ കൊടുത്തു തുടങ്ങാം. നമ്മുടെ മൊത്തം ഇതിനെന്തുണ്ട്, PY 20, അതുപോലെ ഒരു PG കളറുണ്ട്. നമ്മൾ മുകളിൽ കൊടുത്ത ആ ഒരു സെയിം കളറാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ യൂസ് കേസിനുള്ള സ്റ്റൈലാണ്. ഫോണ്ട് സെമി ബോൾഡ്, മാർജിൻ ബോട്ടം 10. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മുടെ യൂസ് കേസസ് വന്നിട്ടുണ്ട്. ഇനി ഈ കണ്ടന്റിന് വേണ്ട സ്റ്റൈലാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഗ്രിഡ് കൊടുക്കണം. ക്ലാസ് ഗ്രിഡ് 4:2 ഗ്യാപ്പ് 7. ഓക്കെ, ഇനി നമ്മുടെ ഡിവിന് ക്ലാസ് കോൾ സ്പാൻ 1. ഓക്കെ, ഇനി ഇതിനൊന്ന് എന്ത് ചെയ്യാനുണ്ട്, ചെറുതാക്കാനുണ്ട്. നമ്മുടെ ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറ്റി നിർത്താനുണ്ട്. നമുക്കത് നോക്കാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ ഇമേജിന് സ്റ്റൈൽ കൊടുക്കണം. ക്ലാസ് വിഡ്ത്ത് 35. ടെക്സ്റ്റ് 16 പിക്സൽ. ഫോണ്ട് സെമി ബോൾഡ്. മാർജിൻ MY ആണ് ഞാൻ കൊടുക്കുന്നത്. അതായത് Y ആക്സിസിൽ ഒരു 4. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് 14 പിക്സൽ. ഫോണ്ട് നോർമൽ. നമുക്ക് ഈ റാപ്പറിന് പകരം ഇതെടുത്തൊരു 80% കൊടുക്കാം. ഫോട്ടോ കൊടുക്കാം. ഓക്കെ,
ഒന്നുകൂടെ ഉള്ളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ കുറച്ചും കൂടി കൂട്ടുകയാണ്. നമ്മുടെ ഇമേജിൻ്റെ വിഡ്ത്ത് 45 ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതിനെന്തുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ ഒരു ചെറിയൊരു ഷാഡോയും ഉണ്ട്. ഈ സെയിം സാധനം എന്ത് ചെയ്യാണ്, 4 വട്ടം റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. കണ്ടന്റ് മാറുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടന്റ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ കുറച്ചും കൂടി സ്റ്റൈലുണ്ട്. അതായത് പാഡിങ് 5, റൗണ്ടർ LG. LG മതിയാവില്ല, 2x. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇമേജും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് കേസ് 1, കേസ് 2, കേസ് 3, അങ്ങനെ കേസ് 4. ഓക്കെ, അപ്പോൾ ആ ഇമേജസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അടുത്ത സെക്ഷനിലോട്ട് പോകാം. അവിടെ നമുക്ക് ലാസ്റ്റ് എൻഡിങ്ങിൽ എന്തുണ്ട്, ഒരു ലേൺ മോർ ബട്ടണും കൂടി ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സെയിം ടാഗ് എടുത്താൽ മതി. നമ്മുടെ ഈ ഡിവിൻ്റെ താഴത്തായിട്ട് കൊടുത്താൽ മതി. അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് വരാനുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനൊരു ഡിവിൻ്റെ ഉള്ളിലോട്ട് ഇടാം. ജസ്റ്റ് ക്രോസ് മാർജിൻ ടോപ്പ് 10. ഓക്കെ, അപ്പോൾ ആ ഒരു ലേൺ മോർ ബട്ടണും കൂടി ആയി. ഇനി നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ, ഇതാണ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. H1 താഴത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവ് കൊടുത്തിട്ട് ഇതിനെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നിർത്താം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഡിവ് കൊടുത്തു. ഡിവിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലൊരു ഇമേജ് ഉണ്ട്. ഇമേജ് എന്ന് പറയുന്നത് ക്ലൈൻറ്റ്. ഓക്കെ, ഇമേജ് കൊടുത്തു. ഇനി റൈറ്റ് സൈഡിൽ ഈ ഒരു കണ്ടന്റാണ് വരുന്നത്. അതേപോലെ താഴത്തുന്നുണ്ട് ഒരു പി ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, രണ്ടും പി ആയിട്ടാണ് എഴുതുന്നത്. ജസ്റ്റ് ഫസ്റ്റ് ഒരു പി എഴുതി, അതെന്ത് ചെയ്തു, ലോറം 50 കൊടുത്തു. പിന്നെ ഒരു പി എഴുതി, അത് ആളുടെ പേരാണ്, കൈല റോസ്, മാർക്കറ്റ് സർവീസസ് മാനേജർ. ലാസ്റ്റ് കമ്പനിയുടെ പേരാണ് സാറ്റേൺ. ഓക്കെ, നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ എടുത്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ H1 കണ്ടന്റ് കൊടുക്കാനുണ്ട്. വാട്ട് അവർ ക്ലയൻസ് ഹാവ് ടു സേ. ഓക്കെ, margin bottom 10.
നമുക്കിവിടെ ക്ലാസ് UI20. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഇമേജും ഇതും എന്ത് ചെയ്യണം, ഫ്ലക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാനത് കൊടുക്കുന്നില്ല. നമ്മുടെ ഇമേജിൽ എന്ത് ചെയ്യണം, എടുത്ത് ഒരു 40% കൊടുക്കണം. അതേപോലെ ഒരു പാഡിങ് 10 കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഇമേജ് നിന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിവിന് പാഡിങ് 10 കൊടുത്ത് ഞാൻ കറക്റ്റ് ലൈനിലായിട്ട് നിന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ കണ്ടന്റിന്റെ സൈസ് വലുതാക്കാം. 32 പിക്സൽ. ഇത്ര വേണ്ട, നമുക്കൊരു 24 കൊടുത്താൽ മതി. അതേപോലെ മാർജിൻ ബോട്ടം 5. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കണ്ടന്റ് ക്ലാസ് ടെക്സ്റ്റ് 18 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്, പിന്നെ ഇറ്റാലിക്, അതായത് അത് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെരിച്ച് നിർത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത സെക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി തുടങ്ങാം. സെക്ഷൻ പിന്നെ നമുക്ക് എന്തുണ്ട്, ഫസ്റ്റ് ഒരു H3യും പിന്നെ ഒരു ബട്ടൺ വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ ബട്ടൺ H3 ഏതാണ്, നമ്മൾ H3ന്റെ ഉള്ളിൽ കൊടുക്കേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് സി എവരിത്തിങ് the team is working on the one place. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എ ബട്ടൺ, നമ്മുടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഈ ഒരു എ ബട്ടൺ ആണ് നമുക്ക് അവിടെ വേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു റാപ്പറിനാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കണ്ടന്റുകളെ സെൻട്രലോട്ട് ആക്കാനൊക്കെ ഉണ്ടല്ലോ, അതേപോലെ പാഡിങ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് PY20 കൊടുക്കും, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ. ഇനി നമ്മുടെ H3ക്ക് വേണ്ട സ്റ്റൈൽ കൊടുക്കണം. ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ ടെക്സ്റ്റ് വൈറ്റ് ടെക്സ്റ്റ് 32 പിക്സൽ, ഫോണ്ട് ബോൾഡ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് വരുള്ളൂ. അതേപോലെ നമ്മുടെ ഈ എ ബട്ടൺ നമുക്ക് എന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. ഞാൻ എന്ത് ചെയ്യണം, അതിനൊരു ഡിവിൻ്റെ ഉള്ളിലോട്ട് ഇടുകയാണ്. ഈ എ ബട്ടൺ എടുത്തിട്ട് ഞാൻ ഇതിൽ കൊടുത്തു. ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ നോക്കും. ഓക്കെ, അപ്പോൾ ആ എ ബട്ടണും സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഇപ്പോൾ BG#, നമ്മുടെ കളറ് നമ്മുടെ റീഡ്മിയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് കളർ പറഞ്ഞുതരാം. 001111936. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ റൗണ്ടഡ് 2x കൊടുത്തു. അതേപോലെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു H3ക്ക് ഒരു മാർജിൻ ബോട്ടം കൂടി കൊടുക്കാം. മാർജിൻ ബോട്ടം 10. ഓക്കെ, നമുക്ക് റാപ്പർ ഒഴിവാക്കിയിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ വിടുത്ത് 80% M ഓട്ടോ ഇതും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷനിലോട്ട് കടക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഫൂട്ടർ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്,
ഫൂട്ടർ എന്ന് എഴുതാണ് സെക്ഷൻ ഒഴിവാക്കിയിട്ട്. ഫൂട്ടർ സെക്ഷൻ ഡോട്ട് റാപ്പർ. ഓക്കെ, നമുക്കിവിടെ ഫൂട്ടറിൽ ഏകദേശം പകുതി ഭാഗം നമ്മുടെ ഈ ഒരു സംഭവം വന്ന് നിൽക്കുന്നുണ്ട്. ബാക്കി പകുതി ഭാഗത്ത് എന്തുണ്ട്? 1 2 3 ഒരു 3 ലിസ്റ്റും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആ ഒരു രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പകുതി ഭാഗം ഇതിന് വേണ്ടിയിട്ടും ബാക്കി ഭാഗം മറ്റേതിന് വേണ്ടിയിട്ടും മാറ്റി വെക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? 2 ഡിവ് ആക്കി മാറ്റാം. ഫസ്റ്റത്തെ ഡിവിൻ്റെ ഉള്ളിൽ ഇവിടെ ഇമേജ്, പിന്നെ ഒരു പാരഗ്രാഫ്, പിന്നെ ഒരു H3, പിന്നെ ഒരു ലിങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു രീതിയിൽ എഴുതാം. ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ലോഗോ. ഞാൻ എന്ത് ചെയ്തു? ലോഗോ നോക്കും. പിന്നെ ഒരു പാരഗ്രാഫ് ലോഗോ. ഓക്കെ, പിന്നെ അതിൻ്റെ അടിയിൽ എന്തുണ്ട്? നമ്മുടെ ഒരു കോണ്ടാക്റ്റിൻ്റെ ഒരു H3യും വീണ്ടും ഒരു P ആയിട്ട് എഴുതിയാലും മതി. ആ ലിങ്ക് ജസ്റ്റ് സപ്പോർട്ട് ആയിട്ട് hello@example.com കൊടുത്തു ഞാൻ. ഇനി അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സെക്ഷനാണ്, അതിനകത്ത് എന്തുണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും എന്ത് ചെയ്യുക? ഗ്രിഡായിട്ട് എഴുതാം. അപ്പോൾ ഗ്രിഡായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത്? ഡിവ് എഴുതി. അതിൻ്റെ ഉള്ളിൽ വീണ്ടും 3 ഡിവ് ആയിട്ടാണ് വരിക. ഡിവിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു H3, പിന്നെ എന്തുണ്ടാവും? ULLI ആയിട്ട് കൊടുക്കാം. ഫസ്റ്റ് H3, നമ്മുടെ H3 എന്ന് പറയുന്നത് കമ്പനി എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്തു? കമ്പനി എന്ന് കൊടുത്തു. പിന്നെ നമ്മുടെ LIക്കകത്ത് അബൌട്ട് ടീം, FAQ, ബ്ലോഗ്സ്, കരിയേഴ്സ്. ഓക്കെ, ഇതേപോലത്തെ 3 ഇതുണ്ട്. കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈൽ ചെയ്തതിന് ശേഷം കണ്ടന്റ് മാറ്റാം. അപ്പോൾ നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ഇവിടെ ഫൂട്ടറിനുള്ള സ്റ്റൈൽ കൊടുക്കാം. ക്ലാസ് ഇവിടെ നമുക്ക് മാർജിൻ ടോപ്പും ബോട്ടം ഒരു 20 ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോപ്പിലും ഒരു സ്പേസ് വേണം, ബോട്ടത്തിലും ഒരു സ്പേസ് വേണം. പിന്നെ ടോപ്പിലും ബോട്ടത്തിലും വീണ്ടും എന്ത് വരുന്നുണ്ട്? നമ്മുടെ പാഡിങ്ങും കൂടി വരുന്നുണ്ട്. അപ്പോൾ പാഡിങ് 10 കൊടുത്തു. ഞാൻ 10 വേണ്ട, ഒരു 14 കൊടുക്കാം. ഓക്കെ, ഇനി BG നമ്മുടെ ആ ഒരു ലൈറ്റ് BG കളറാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സെക്കൻഡറി BG ആണ് വരുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ആ BG കളർ അവിടെ കൊടുക്കുക. ഇനി നമ്മുടെ ടോപ്പിലും ബോട്ടത്തിലും എന്തുണ്ട്? ബോർഡർ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്? ബോർഡർ ടോപ്പ് കൊടുത്തു, അതേപോലെ ബോർഡർ ബോട്ടം കൊടുത്തു. ജസ്റ്റ് പോയി നോക്കാം. നമ്മുടെ ആ ടോപ്പിലൊരു ബോർഡർ വന്നിട്ടുണ്ട്, ബോട്ടത്തിലും ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കണ്ടന്റിനെ അലൈൻ ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു റാപ്പറിന് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലക്സ് കൊടുത്തിട്ട് ജസ്റ്റിഫൈ കണ്ടന്റ് ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ, അത് വേണ്ട, നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് മാത്രമേ. ക്ലാസ് വിഡ്ത്ത് ഒരു 48%. അതേപോലെ ഈ ഇതിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യുക? ഒരു 48% നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത് 2 കണ്ടന്റും അപ്പുറപ്പുറമായിട്ട് നിന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടെ ഇമേജിന് ആദ്യം വിഡ്ത്ത് കൊടുക്കാം. ക്ലാസ് വിഡ്ത്ത് 120 പിക്സൽ. അതുപോലെ പാരഗ്രാഫിന് ക്ലാസ് വിഡ്ത്ത് ഒരു
70%. വിഡ്ത്ത് എന്താണ്, കുറവാണ്. പിന്നെ ടെക്സ്റ്റ് 14 പിക്സൽ MY, മാർജിൻ ടോപ്പ് 3, മാർജിൻ ബോട്ടം 10. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടന്റായി. ഇനി കോണ്ടാക്ട് ക്ലാസ് ടെക്സ്റ്റ് 16 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്, മാർജിൻ ബോട്ടം 4. ക്ലാസ് ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് നോർമൽ. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിലുള്ളത് സെറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിന് ഗ്രിഡ് കൊടുക്കാം. ഗ്രിഡ് പോൾസ് 3. ഓക്കെ, ഒരു ഗ്യാപ്പും കൊടുക്കുകയാണ് 5. ഇനി നമ്മുടെ ഈ ഒരു H3യുടെ സെയിം സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു H3ക്കും വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എല്ലാ H3ക്കും ആ ഒരു സ്റ്റൈൽ കൊടുക്കണം. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു പിയുടെ സ്റ്റൈൽ ആണ് നമ്മുടെ ഇതിന് വരുന്നത്, നമ്മുടെ ബാക്കിയുള്ള എല്ലാ LAക്കും വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എല്ലാ LAയും സെലക്ട് ചെയ്തിട്ട് ആ ഒരു സെയിം സ്റ്റൈൽ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു മാർജിൻ ബോട്ടം 2 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷന് ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടന്റുകൾ വേണമെങ്കിൽ ഇവിടെ പോയിട്ട് മാറ്റി കൊടുക്കാം. അതായത് സെക്കൻഡ് വരുന്നത് പ്രോഡക്റ്റ് ആണ്, സെക്കൻഡ് പ്രോഡക്റ്റ്, തേർഡ് വരുന്നത് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഈ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, LA കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നിട്ട് ഇതിൽ എക്സ്ട്രാ പഠിച്ചത് ഈ ഒരു ഫൂട്ടറൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചത്. അപ്പം ഇനി അടുത്തൊരു വെബ്സൈറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.